സ്നേഹിതരെ, നിങ്ങൾക്കേവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ബൈ കരിച്ചാർ നാദർഷയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ബീഫ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്, നമുക്കറിയാം. അത് നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യമായി വേണ്ടത് ഒരു കുക്കറിലേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മുടെ തട്ടുകടയിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്പം ഗ്രേവി കൂടി ഉണ്ടാവും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തണേ, മറന്നുപോയത് ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പം നല്ലതുപോലെ നമുക്ക് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതുകൂടി ചേർത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്കതിൻ്റെ മൂട്ടിലേക്ക് മാത്രം ഒരു ശകലം വെള്ളം നമ്മളത് അടി കരിയാതിരിക്കുന്നതിന് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെച്ച് നമുക്കൊരു 3 വിസിൽ വരുന്നവരെയും വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12 അല്ലി ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇതിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉലുവ, ഒരു 4 വറ്റൽമുളക് ഇതിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറിയ സവാള, 2 ചെറിയ സവാളയോ വലുതാണെങ്കിൽ 1 സവാള മതി, നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ അരച്ച ആ പേസ്റ്റ് ചേർത്ത് അതും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ആ തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കറി മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, പെരുംജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ, ബീഫ് മസാല 2 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ. ഇതുകൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന്
മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ നന്നായി മാറി വരണം. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് 3 വിസിൽ വന്ന് അതിൻ്റെ എയറൊക്കെ പോയിരിപ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആ ബീഫ് ഊറ്റേണ്ട വെള്ളമൊക്കെ കറക്റ്റാണ്, വലിയ വെള്ളവും നമുക്ക് ഉണ്ടായിട്ടില്ല. ആ ബീഫ് നമുക്ക് ഊറ്റി ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ആ ബീഫിൻ്റെ കുറച്ച് വെന്ത വെള്ളം കൂടി ഒഴിച്ച് വഴറ്റുകയാണ്. ഇനി നമുക്ക് ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ബീഫിൻ്റെ ബാക്കിയുള്ള സ്റ്റോക്ക് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് വറ്റിച്ചെടുക്കണം. ആ ബീഫിൻ്റെ കുറച്ച് സ്റ്റോക്കാണ് ഉണ്ടായിരുന്നത്, അതുകൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ വറ്റി നല്ല ഫ്രൈ ആയി വരണം. അപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ തട്ടുകടയിൽ കിട്ടുന്ന ആ ബീഫ് ഫ്രൈയുടെ അതേ രീതിയിൽ കിട്ടുന്നത്. ഇതുപോലെ വറ്റി ഇനിയും കുറച്ചുകൂടി വറ്റി അത് വരണം. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടുകടയിലേക്ക് കിട്ടുന്ന അതേ ബീഫ് ഫ്രൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ കഷ്ടിച്ചത്, നമ്മുടെ ഉണക്കത്തേങ്ങ കഷ്ടിച്ചത് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ തട്ടുകടയിലേക്ക് നമുക്ക് കിട്ടുന്ന അതേ രീതിയിലുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം തട്ടുകടയിലേക്ക് കിട്ടുമ്പോൾ കുറച്ച് അരപ്പൊക്കെ കാണും ഉണ്ടോ. അപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ആ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.